ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. ശ്രീമദ് ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 22 ശ്ലോകങ്ങൾ വരെ പഠിച്ചു. 9ാമത്തെ അധ്യായത്തിൽ ലാസ്റ്റ് 22ാമത്തെ ശ്ലോകത്തിൽ ദേവിയും നിശുംഭനുമായിട്ടുള്ള യുദ്ധത്തിൽ നിശുംഭനെ ദേവി വെട്ടിവീഴ്ത്തി താഴെ നിവധിപ്പിച്ചു. അത് കണ്ടിട്ട് ശുംഭൻ ദേഷ്യത്തോടെ വന്നതും വരുന്ന കണ്ട ശുംഭനോട് നില്ല ദുരാത്മാവേ എന്ന് പറഞ്ഞ് ദേവി ആജ്ഞാപിച്ചു. നിനക്ക് ജീവൻ വേണേ നീ ഓടിപ്പൊയ്ക്കോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഇനി 23 മുതലുള്ള ശ്ലോകം 28 വരെ എന്തൊക്കെയായി നമുക്കൊന്ന് നോക്കാം. ആദ്യം ഓരോ ശ്ലോകം വായിച്ച് അതിൻ്റെ വാക്കുകൾ പിരിച്ച് പറഞ്ഞ് അർത്ഥം പറഞ്ഞ് പഠിച്ചു പോകാം. ആദ്യത്തെ ശ്ലോകം. ശുംഭേന അഗത്യയാ ശക്തി മുക്താജ്വാലാതിഭീഷണ ആയാന്തി വന്യകൂടാപ സാ നിരസ്താമഹോൽക്കയാം. ശുംഭേനാഗത്യ യാ ശക്തി മുക്ത ജ്വാലാതിഭീഷണ ആയാന്തി വന്യകൂടാഭ സാ നിരസ്ത മഹഃ മഹോൽക്കയ. ശുംഭേന ആഗത്യ യാ ശക്തി മുക്ത ജ്വാലാതിഭീഷണ ആയാന്തി വന്യകൂടാഭ സാ നിരസ്ത മഹോൽക്കയ. ആ ശുംഭേനാഗത്യ ആ ശുംഭൻ വന്നിട്ട് യാ ശക്തി, ഏതൊരു വേല്, ശക്തി എന്ന് പറഞ്ഞാൽ വേല് ദേവിയുടെ നേരെ വിട്ടു. മുക്ത എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കുക, വിടുക, എറിയുക എന്നൊക്കെ അർത്ഥം. അപ്പം ദേവിയുടെ നേരെ ആ വേലെറിഞ്ഞു. ആ വേലെങ്ങനെയുള്ളതായിരുന്നു? ജ്വാല, അതിഭീഷണമായ ജ്വാലയോട് കൂടിയത്, ജ്വലിച്ചു കൊണ്ടിരിക്കുന്നതായിരുന്നു. കൂടാതെ വന്യകൂടാഭ, ആഭാശോഭയാണ് വന്യകൂടം എന്ന് പറഞ്ഞാലോ തീജ്വാല പോലെ തിളങ്ങുന്നതായിരുന്നു ആ വേല്. അതിനെ സാ നിരസ്ത, സാ എന്ന് പറഞ്ഞാൽ അവൾ, സഹ എന്ന് പറഞ്ഞാൽ അവൻ, പുല്ലിംഗം, സാന്ന് ദീർഘയിട്ടാൽ സാ അവൾ. നിരസിച്ചു. മഹാ ഉൽക്കയ, മഹാ എന്ന് പറഞ്ഞാൽ വലിയത്, ഉൽക്ക എന്ന് പറഞ്ഞ ഒരായുധം. അപ്പം ദേവിയുടെ കയ്യിലുണ്ടായിരുന്ന ആ വലിയ ഉൽക്ക എന്ന ആയുധം കൊണ്ട് ദേവി അതിനെ തടഞ്ഞു, നിരസിച്ചു എന്നർത്ഥം. ശുംഭേനാഗത്യയാ ശക്തി മുക്ത ജ്വാലാതിഭീഷണ ആയാന്തി വന്യകൂടാഭ സാ നിരസ്താമഹോൽക്കയാം. ശുംഭൻ യുദ്ധഭൂമിയിലെത്തിയ ഉടൻ തന്നെ ശക്തി എന്ന ആയുധം ദേവിയുടെ നേരെ കഴിച്ചു. ആ ശക്തി ജ്വാലകൾ കൊണ്ട് അതിഭീഷണവും തീക്കന്നൽ പോലെ ശോഭയുള്ളതുമായി തോന്നി. ദേവി അതിനെ തൻ്റെ ഉൽക്ക എന്ന ആയുധത്താൽ നിരസിച്ചു എന്ന് 23ാമത്തെ ശ്ലോകം. 24ാമത്തെ ശ്ലോകം. സിംഹനാദേന ശുംഭസ്യ വ്യാപ്തം ലോകത്രയാന്തരം നിർഘാത നിസ്വനോ ഘോരോ ജിതവാൻ അവനീപതേ. സിംഹനാദേന ശുംഭസ്യ വ്യാപ്തം ലോകത്രയാന്തരം നിർഘാത നിസ്വനഃ ഘോരഃ ജിതവാൻ അവനീപതേ. അവനി എന്ന് പറഞ്ഞാൽ ഭൂമി, പതേ ഭൂമിയുടെ പതി രാജാവ്. അപ്പം സുരഥ രാജാവിനോടാണല്ലോ കഥ പറയുന്നത്. അപ്പം രാജാവിനോട് സുമേധസ് മഹർഷി പറയാം, അല്ലയോ സുരഥ രാജാവേ, ശുംഭൻ്റെ വരവ്, ശുംഭൻ വന്നതെങ്ങനെയാണ്? അട്ടഹസിച്ചുകൊണ്ട് സിംഹഗർജനവുമായിട്ട്. സിംഹം എങ്ങനെയാണോ ഗർജിക്കുന്നത് അതേപോലെ. അതാണ് ശുംഭസ്യ സിംഹനാദേന, ശുംഭൻ്റെ ആ
സിംഹനാദത്താൽ, ആ ശബ്ദത്താൽ ത്രയാന്തരം ലോകം, 3 ലോകങ്ങളും വ്യാപിച്ചു. അവൻ്റെ ഒച്ച, ആ സിംഹഗർജനം 3 ലോകങ്ങളെയും ഞടുക്കി എന്നർത്ഥം. 3 ലോകങ്ങളിലും നിറഞ്ഞു. ഇനി എങ്ങനെയുള്ളതായിരുന്നു? ഘോരമായതും നിർഘാത നിസ്വനം. നിർഘാതം എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കം. അപ്പം ഇടിമുഴക്കത്തെ ജയിക്കത്തക്ക തരത്തിലുള്ളതായിരുന്നു അവൻ്റെ ഘോരമായ ആ ശബ്ദം. അത്രയ്ക്കും വലിയ ശബ്ദമായിരുന്നു എന്നർത്ഥം. ജിതവാൻ ജയിക്കത്തക്കത്. അപ്പോൾ അല്ലയോ സുരഥ രാജാവേ, ശുംഭൻ്റെ സിംഹനാദം പോലെയുള്ള അട്ടഹാസനാദത്താൽ 3 ലോകവും നിറഞ്ഞു. അതിൻ്റെ മാറ്റൊലി മേഘഗർജനത്തെയും ജയിച്ച് ഉച്ചത്തിൽ കേട്ടുകൊണ്ടിരുന്നു. അപ്പം മേഘം ഇടിമുഴക്കത്തേക്കാൾ ശക്തിയുള്ളതായിരുന്നു, ഇടിമുഴക്കത്തെ ജയിക്കത്തക്കതായിരുന്നു ആ സിംഹഗർജനം, ആ ശുംഭൻ്റെ അലർച്ച. അടുത്ത ശ്ലോകം. ശുംഭമുക്താൻ ശരാൻ ദേവി ശുംഭസ്തത്പ്രഹിതാൻ ശരാൻ ചിച്ഛേദ സ്വശരൈരുഗ്രൈഹി ശതശോതസഹസ്രശഃ. ശുംഭഃ മുക്താൻ ശരാൻ ദേവി ശുംഭഃ തത് പ്രഹിതാൻ ശരാൻ ചിച്ഛേദ സ്വശരൈരുഗ്രൈഹി ശതശഃ അഥ സഹസ്രശഃ. അതായത് ശുംഭൻ വിട്ട, അതാണ് ശുംഭമുക്താൻ, ശുംഭനാൽ അയക്കപ്പെട്ട ശരങ്ങൾ ദേവി എന്തു ചെയ്തു? ദേവി അയക്കുന്ന ശരങ്ങളെ, ശുംഭൻ അയക്കുന്ന ശരങ്ങളെ, അതാണ് പ്രഹിതാൻ ശരാൻ. ശുംഭൻ അയക്കുന്നതിനെ ദേവിയും, ദേവി അയക്കുന്നതിനെ ശുംഭനും ചിച്ഛേദ സ്വശരൈരുഗ്രൈഹി, തൻ്റെ കയ്യിലുള്ള ഉഗ്രങ്ങളായ ശരങ്ങളെ കൊണ്ട് 100,000 ശരങ്ങളെ അയച്ചു. 100,000 ശരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ശുംഭൻ അയക്കുന്നതിനെ ദേവിയും, ദേവി അയക്കുന്നതിനെ ശുംഭനും ഒരു പ്രയാസവും കൂടാതെ മുറിച്ചു കളഞ്ഞു. അതാണ് ചിച്ഛേദ, ഛേദനം ചെയ്തു എന്ന് പറഞ്ഞാൽ 100,000 ശരങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു. 2 പേരുടെയും ശരങ്ങൾ ഏറ്റുമുട്ടി അവയെല്ലാം മുറിഞ്ഞുപോയി, എല്ലാത്തിനെയും മുറിച്ചു കളഞ്ഞു. ശുംഭമുക്താൻ ശരാൻ ദേവി ശുംഭസ്തത്പ്രഹിതാൻ ശരാൻ ചിച്ഛേദ സ്വശരൈരുഗ്രൈഹി ശതശോതസഹസ്രശഃ. ശുംഭനയക്കുന്ന ശരങ്ങളെ ദേവിയും, ദേവി അയക്കുന്ന ശരങ്ങളെ ശുംഭനും യാതൊരു പ്രയാസവും കൂടാതെ മുറിച്ചു കളഞ്ഞു. അടുത്ത ശ്ലോകം. തതസാ ചണ്ഡികാ ക്രുദ്ധ ശൂലേനാഭിജഘാനതം സത്തദാഭിഹതോ ഭൂമൗ മൂർച്ഛിതോ നിപപാദഃ. തതഃ അനന്തരം സാ, അവൾ, ആ ചണ്ഡിക, ക്രുദ്ധ, ക്രോധിച്ച്, കോപം കൊണ്ട് കോപിച്ച്, ശൂലേന അഭിജഘാന, ദേവി തൻ്റെ ശൂലം കൊണ്ട് അഭിജഘാന എന്ന് പറഞ്ഞാൽ പ്രഹരിച്ചു അല്ലെങ്കിൽ ആക്രമിച്ചു. തൻ്റെ ശൂലം കൊണ്ട് ആക്രമിച്ചു. തം എന്ന് പറഞ്ഞാൽ അവനെ, ആരെ? ആ ശുംഭനെ. സാ തഥാ അഭിഹതോ ഭൂമൗ, അവനാകട്ടെ അപ്പോൾ അഭിഹതോ ഭൂമിയിൽ മുറിവേറ്റു വീണു, മരിച്ചു വീണു എന്നർത്ഥം. അല്ല, അഭിഹതം എന്ന് പറഞ്ഞാൽ മുറിവേറ്റു വീണു. മൂർച്ഛിതോ നിപപാദഃ, മൂർച്ഛിതനായി എന്ന് പറഞ്ഞാൽ മോഹാലസ്യപ്പെട്ട് ഭൂമിയിൽ വീണു എന്നർത്ഥം. തതസാ ചണ്ഡികാ ക്രുദ്ധ ശൂലേനാഭിജഘാനതം സാ തദാഭിഹതോ ഭൂമൗ മൂർച്ഛിതോ നിപപാദഃ. നിപപാദഃ ഭൂമിയിൽ നിപതിച്ചു. അനന്തരം ഭഗവതി ചണ്ഡിക കോപിഷ്ഠയായി തീർന്ന് ത്രിശൂലം കൊണ്ട് ശുംഭനെ ഹനിച്ചു. ശൂലേന ആഭിജഘാന, ശുംഭനെ ഹനിച്ചു. അപ്പോഴോ
ചണ്ഡികയുടെ ശൂലപാദത്താൽ ശൂലം കൊണ്ട് കുത്തിയപ്പോൾ മോഹിതനായി ശുംഭൻ ഭൂമിയിൽ പതിച്ചു. മോഹാലസ്യപ്പെട്ട് ശുംഭൻ ഭൂമിയിൽ വീണുപോയി. മൂർച്ഛിതോ നിപപാതക ഭൂമൗ, ഭൂമിയിൽ മൂർച്ഛിതനായി മോഹാലസ്യപ്പെട്ട് വീണു എന്നർത്ഥം. തഥ അനന്തരം സാ അവൾ, ആ ചണ്ഡിക കോപിച്ച് ശൂലം കൊണ്ട് അവനെ ആക്രമിച്ചു. തം അജഖാന, അവനെ ആക്രമിച്ചു. സാ അവൻ, തഥ അപ്പോൾ, അഭിഹതാ ഭൂമൗ, മുറിവേറ്റ് ഭൂമിയിൽ മൂർച്ഛിതോ നിപപാത, മോഹാലസ്യപ്പെട്ടു വീണു. തതസ ചണ്ഡിക ക്രുദ്ധ ശൂലേനാഭിജഖാനതം സ തഥാഭിഹതോ ഭൂമൗ മൂർച്ഛിതോ നിപപാതകാം. ഭൂമിയിൽ വീണ് കിടന്ന നിശുംഭൻ മോഹത്തിൽ നിന്നും ഉണർന്ന് തൻ്റെ വില്ല് അതിനു മുമ്പ് ചണ്ഡികയുടെ ശൂലപാദത്താൽ മോഹിതനായി ശുംഭൻ ഭൂമിയിൽ പതിച്ചു. ഇനി അടുത്ത ശ്ലോകമാണ്. തതോ നിശുംഭ സംപ്രാപ്യ ചേതനാമാത്തകാർമുകഃ ആജഘാന ശരീർദേവീം കാളീം കേസരിണം തഥാ അപ്പോൾ നിശുംഭഃ സംപ്രാപ്യ, നിശുംഭൻ മോഹാലസ്യത്തിൽ നിന്നുണർന്ന് ചേതനാം ആത്തകാർമുകഃ, അപ്പം ശുംഭനെ അവിടെ ഇതിന് മുമ്പത്തെ ശ്ലോകത്തിൽ വീഴ്ത്തി. അപ്പോഴത്തേക്കും മോഹാലസ്യത്തിൽ നിന്ന് മറ്റവൻ, ആ നേരത്തെ വീണ നിശുംഭൻ എഴുന്നേറ്റ് വന്നു. ചേതന എന്ന് പറഞ്ഞാൽ ബോധം, അവന് ബോധം വന്നു. ആത്തകാർമുക, ആപ്തെന്ന് പറഞ്ഞാൽ ആത്തകാർമുകം എന്ന് പറഞ്ഞാൽ കാർമുകം വില്ലാണ്. ആത്ത എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു. ആ വില്ലിനെ എടുത്തുകൊണ്ട് ആ ജഖാന വില്ലുകൊണ്ട് പ്രഹരിച്ചു. ശരൈർ ദേവിയും കാളിയും കേസരിണം തഥാ. അപ്പം കേസരിയെയും സിംഹത്തെയും കാളിയെയും ദേവിയെയും ഒക്കെ അവൻ നിശുംഭൻ മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് വില്ലെടുത്ത് ദേവിയെയും കാളിയെയും കേസരിയെയും, കേസരി സിംഹമാണ്, ദേവിയുടെ സിംഹത്തെയും ഒക്കെ പ്രഹരിച്ചു എന്നർത്ഥം. തതോ നിശുംഭ സംപ്രാപ്യ പ്രാപിച്ചിട്ട് എന്നർത്ഥം. ചേതനാമാത്തകാർമുക, ചേതന ബോധം. അപ്പം ഉണർന്നു, ബോധമുണ്ടായി. ഉറങ്ങുകയായിരുന്നല്ലോ, മോഹാലസ്യപ്പെട്ടിരിക്കുന്നു. അപ്പം മോഹാലസ്യത്തിൽ നിന്നുണർന്ന് വില്ലെടുത്ത് ദേവിയെയും കാളിയെയും കേസരി സിംഹത്തെയും പ്രഹരിച്ചു എന്നർത്ഥം. തതോ നിശുംഭ സംപ്രാപ്യ ചേതനാം ആത്തകാർമുകഃ ആജഘാന ശരീർദേവീം കാളീം കേസരിണം തഥാ. ഭൂമിയിൽ വീണ് കിടന്ന നിശുംഭൻ മോഹത്തിൽ നിന്നുണർന്ന് തൻ്റെ വില്ല് കയ്യിലെടുത്ത് ദേവിയെയും കാളിയെയും ദേവിയെയും വാഹനമായ സിംഹത്തെയും ലക്ഷ്യമാക്കി ശരങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. അവൻ ശരങ്ങളെ ദേവിയും കാളിയും കേസരിണം, ദേവിയെയും കാളിയെയും കേസരിയെയും പ്രഹരിച്ചു. അടുത്ത ശ്ലോകം, ലാസ്റ്റ് ശ്ലോകം. പുനശ്ച കൃത്വാ ബാഹൂനാം അയുധം ധനുജേശ്വരഃ ചക്രായുധേന ദിതിജഃ ഛാദയാമാസ ചണ്ഡികാം പുനശ്ച കൃത്വ. ഇതിന് മുമ്പത്തെ ശ്ലോകം നമ്മൾ പിരിച്ചു പറഞ്ഞില്ല അല്ലേ? ചേതനാം ആത്തകാർമുകഃ ചേതനാമാത്തകാർമുകഃ ശരൈഹി ദേവീ ശരൈർദേവി, ഇത്രയേ ഉള്ളൂ. പുനശ്ച കൃത്വ ബാഹൂനാം ആയുധം ധനുജേശ്വരഃ ധനുജഃ ഈശ്വരഃ ധനുജേശ്വരഃ യുധേന ചക്രം കൊണ്ടുള്ള യുദ്ധത്തിൽ ദിതിജഃ ദിതിയിൽ ജനിച്ചവർ ദൈത്യന്മാരെന്നർത്ഥം. ഛാദയാമാസ ചണ്ഡിക, ഛാദയ എന്ന് പറഞ്ഞാൽ മൂടുക, ആച്ഛാദനം ചെയ്യുക എന്നൊക്കെ അർത്ഥം. ആ ദേവിയെ ചക്രായുധങ്ങൾ കൊണ്ട് മൂടി എന്നർത്ഥം. പുനശ്ച കൃത്വ ബാഹൂനാം
അപ്പം പുനഃ ച വീണ്ടും കൃത്വ ചെയ്തു. എന്തിനെ ചെയ്തു? ബാഹൂനാം ആയുധം. ആ ധനുജേശ്വരൻ, ധനുജയുടെ മകനായ നിശുംഭൻ, അതാണ് ആ അസുരൻ. ധനുജയുടെ മകനായ നിശുംഭൻ എന്തു ചെയ്തു? തൻ്റെ മായാവൈഭവം കൊണ്ട് ആയുധം ബാഹുന 10,000 കൈകളെ ഉണ്ടാക്കി. ആ 10,000 കയ്യിൽ ചക്രങ്ങളും ധരിച്ചു. ദിതിജ ഛാദയാമാസ, ദേവിയെ ആച്ഛാദനം ചെയ്തു, മൂടി. ആ 10,000 ചക്രങ്ങളെ കൊണ്ട് മൂടി. പുനശ്ചകൃത്വാ ബാഹൂനാം അയുധം ധനുജേശ്വര ചക്രായുധേന ദിതിജഃ ഛാദയാമാസ ചണ്ഡികാം ദിതിജഛാദയാമാസ എന്ന് ഒന്നിച്ചും ചൊല്ലാം. അപ്പോൾ അസുരേശ്വരനായ നിശുംഭൻ തൻ്റെ മായാവൈഭവത്താൽ 10,000 കൈകളെ ഉണ്ടാക്കി. ആ കൈകളിൽ 10,000 ചക്രായുധത്തെ ധരിച്ചു. ഈ ചക്രങ്ങൾ പ്രയോഗിച്ച് ദേവിയെ കാണാൻ പാടില്ലാതെയാക്കി. അതുകൊണ്ടെല്ലാം ആ ചക്രങ്ങളെ കൊണ്ട് മൂടി എന്ന് അർത്ഥം. അപ്പം ഒരു പ്രാവശ്യം കൂടെ വായിച്ച് ഒരു പ്രാവശ്യം കൂടി അർത്ഥം പറയാം. ശുംഭേനാഗത്യയാ ശക്തി മുക്താജ്വാലാധിഭീഷണ ആയാന്തി വന്യകൂടാപ സാ നിരസ്താമഹോൽക്കയാം. ശുംഭൻ യുദ്ധഭൂമിയിൽ വന്ന ഉടൻ തന്നെ ശക്തി എന്ന ആയുധം ദേവിയുടെ നേർക്കയച്ചു. ആ ശക്തി ജ്വാലകൾ കൊണ്ട് അതിഭീഷണവും തീക്കനൽ പോലെ ശോഭയുള്ളതുമായി തോന്നി. ദേവി അതിനെ തൻ്റെ ഉൽക്ക എന്ന ആയുധത്താൽ നിരസിച്ചു. എന്ന് പറഞ്ഞാൽ വലിയ എന്നർത്ഥം. ഉൽക്ക എന്ന് പറയുന്ന ഒരായുധം. സിംഹനാദേന ശുംഭസ്യ വ്യാപ്തം ലോകത്രയാന്തരം നിർഘാത നിസ്വനോ ഘോരോ ജിതവാൻ അവനീപതേ. സിംഹനാദേന, ഹേ സുരതരാജാവേ, അവനീപതേ എന്നില്ല, അതാ സുരതരാജാവേ, ശുംഭൻ്റെ സിംഹനാദം പോലെയുള്ള അട്ടഹാസനാദത്താൽ 3 ലോകവും നിറഞ്ഞു. അതിൻ്റെ മാറ്റൊലി മേഘഗർജനത്തെയും ജയിച്ച് ഉച്ചത്തിൽ കേട്ടുകൊണ്ടിരുന്നു. അടുത്തത് ശുംഭമുക്താൻ ശരാൻ ദേവി ശുംഭസ്തൽപ്രഹിതാൻ ശരാൻ ചിച്ഛേദ സ്വശരൈരുഗ്രൈഹി ശതശോത സഹസ്രശഃ. 1000 ശതം 100 100,000 ശരങ്ങളെ ആ ശുംഭൻ വന്ന ഉടനെ ദേവിയുടെ നേരെ വിട്ടു. ശരങ്ങളെ വിട്ടു. ആ ശരങ്ങൾ എന്തായി? അവിടെ എന്താണ്? ശുംഭമുക്താൻ ശരാൻ ദേവി ശുംഭസ്തൽപ്രഹിതാൻ ശരാൻ ചിച്ഛേദ സ്വശരൈരുഗ്രൈഹി ശതശോത സഹസ്രശഃ. ആ ശുംഭൻ അയച്ച ശരങ്ങളെ ദേവിയും ദേവി അയച്ച ശരങ്ങളെ ശുംഭനും എത്രയാണോ അയച്ച അത്രയും 100,000 അയച്ച ശരങ്ങളെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പ്രയാസവും കൂടാതെ ഛേദിച്ചു. ചിച്ഛേദ, ഛേദിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ മുറിച്ചു കളഞ്ഞു എന്നർത്ഥം. തതസ ചണ്ഡിക ക്രുദ്ധ ശൂലേനാഭിജഘാനതം സ തദാഭിഹതോ ഭൂമൗ മൂർച്ഛിതോ നിപപാതഃ. അനന്തരം ഭഗവതി ചണ്ഡിക കോപിഷ്ഠയായി തീർന്ന ആ ദേവിക്ക് കോപം വന്നു. ത്രിശൂലം കൊണ്ട് ശുംഭനെ വധിച്ചു. ചണ്ഡികയുടെ ശൂലം കൊണ്ട് കുത്തിയത് കൊണ്ട് മോഹിതനായി ശുംഭൻ ഭൂമിയിൽ പതിച്ചു. അപ്പോൾ ശുംഭനെ ശൂലം കൊണ്ട് കുത്തി ദേവി മുറിവേൽപ്പിച്ചു. അവൻ ഭൂമിയിൽ വീണു. അപ്പോഴത്തേക്കും ഭൂമിയിൽ വീണ് കിടന്നിരുന്ന ആ നിശുംഭൻ ബോധം തെളിഞ്ഞു, അല്ലേ? തതോ നിശുംഭ സംപ്രാപ്യ ചേതനാമാത്തകാർമുകഃ ആജഘാന ശരൈർദേവീം കാളീം കേസരിണം തഥാ. അപ്പോൾ ആ ഭൂമിയിൽ വീണ് കിടന്ന നിശുംഭൻ മോഹാലസ്യത്തിൽ നിന്നുണർന്ന് തൻ്റെ വില്ല് കയ്യിലെടുത്ത് ദേവിയെയും ഭദ്രകാളിയെയും ദേവിയുടെ വാഹനമായ സിംഹത്തെയും ലക്ഷ്യമാക്കി ശരങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. അടുത്ത ശ്ലോകം. പുനശ്ച കൃത്വാ ബാഹൂനാം അയുധം ധനുജേശ്വരഃ ചക്രായുധേന ദിതിജഃ
ഛാദയാമാസ ചണ്ഡികാം. അസുരേശ്വരനായ നിശുംഭൻ തന്നെ മായാജാലത്താൽ 10,000 കൈകളെ ഉണ്ടാക്കി. ആ കൈകളിൽ 10,000 ചക്രായുധത്തെ ധരിച്ചു. ഈ ചക്രങ്ങൾ പ്രയോഗിച്ച് ദേവിയെ കാണാൻ പാടില്ലാതാക്കി. ദേവിയെ ചക്രങ്ങൾ കൊണ്ട് മൂടി എന്നർത്ഥം. ശുംഭന് ബുദ്ധിയില്ല അല്ലേ? ശുംഭനിശുംഭന്മാർക്ക് ബുദ്ധുക്കളല്ലേ, വിഡ്ഢികളാണല്ലോ അവർക്ക് ബുദ്ധിയില്ല. ദേവിയുടെ കയ്യിൽ ഒരു ചക്രം മതി. ദേവിയുടെ കയ്യിലുള്ളത് ഏത് ചക്രമാണ്? സുദർശന ചക്രമാണ്. അപ്പോൾ ഇവരായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ചക്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചാലും ദേവിക്ക് എന്തെങ്കിലും പറ്റുമോ? ഒന്നും പറ്റാനില്ല. അപ്പം ഇനി എന്താണ് പിന്നെ ഉണ്ടായതെന്ന് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പറയാം. അതുവരേക്കും എല്ലാവർക്കും നന്നായി വായിക്കാൻ സാധിക്കട്ടെ. ഒരു പ്രാവശ്യവും കൂടി വായിച്ചു തരാം ലാസ്റ്റ്. ശുംഭേനാഗത്യയാ ശക്തി മുക്തജ്വാലാതിഭീഷണ ആയാന്തി വന്യകൂടാഭ സാ നിരസ്താമഹോൽക്കയാം സിംഹനാദേന ശുംഭസ്യ വ്യാപ്തം ലോകത്രയാന്തരം നിർഘാത നിസ്വനോ ഘോരോ ജിതവാൻ അവനീപതേ. ശുംഭമുക്താൻ ശരാൻ ദേവി ശുംഭസ്തൽപ്രഹിതാൻ ശരാൻ ചിച്ഛേദ സ്വശരൈരുഗ്രൈഃ ശതശോതസഹസ്രശഃ. തതഃ സാ ചണ്ഡികാ ക്രുദ്ധ ശൂലേനാഭിജഘാനതം സ തദാഭിഹതോ ഭൂമൗ മൂർച്ഛിതോ നിപപാതഃ. തതോ നിശുംഭസംപ്രാപ്യ ചേതനാമാത്തകാർമുകഃ ആജഘാന ശരൈർദേവീം കാളിംഗേസരിണം തഥാ. പുനശ്ച കൃത്വാ ബാഹൂനാം ആയുധം ധനുജേശ്വരഃ ചക്രായുധേന ദിദിജഃ ഛാദയാമാസ ചണ്ഡികാം. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഹരി ഓം. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശമ്മയ ദാസോയമിതി മാമത്വ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം